பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ആ അപ്പോൾ സത്യം പറഞ്ഞിട്ട് ഞാൻ ഈ ലൈവ് വരണം എന്ന് കരുതിയ ഒരാളല്ല. പക്ഷേ എങ്കിൽ ഇപ്പം കുറച്ചൊരു മുമ്പ് ഈഗിള് ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു. നിങ്ങളത് കണ്ടു എന്ന് എനിക്കറിയില്ല. കണ്ടു നോക്കുക. ഈഗിളുടെ മോസയുടെ ഒരു മോസയുടെ ഇന്ന് സൈഡിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കമൻസിൽ വന്നൊരു കമൻ്റ് ഉണ്ട്. അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്തായിരുന്നു ഈഗിളെ എക്സ്ലാൻഡസിനെ കുറിച്ച് എന്തെങ്കിലും അപ്പാപ്പൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടില്ലേ? അപ്പം പുള്ളി പറഞ്ഞ ഇതാ, എക്സ്ലാൻഡസ് പോയി. അപ്പം ആ ഒരു സ്റ്റോറി കണ്ടപ്പം ആരോ മരിച്ചു പോയി എന്തൊരു അത് കേട്ടൊരു ഷോക്കാണെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ, ഭയങ്കരമായിട്ട്. കാരണം എക്സ്ലാൻഡസിനെ അതുപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നറിഞ്ഞതിൽ എന്താ പറയേണ്ടത്, നമുക്ക് ഒരുപാട് സന്തോഷം തോന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഇതിൻ്റെ പേരിൽ വിഷമിക്കുന്ന കുറേ പേരുണ്ട്, അതിനെക്കുറിച്ച് ആവലാതിപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം പുള്ളിക്കാരന് അത് മാത്രമല്ല, ഡി എമ്മിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലായിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റ ഞാനാണ് മെയിൻലി അത് നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ നോക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാനാണ് ഫുള്ള് നോക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഫുള്ള് ചോദിക്കുന്ന ഇതാണ്, അപ്പം എന്താണ് പേടിക്കണ്ട, നമ്മൾ കൂടെ ഉണ്ട്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയേണ്ടത്, ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് വെച്ചാൽ അതിന് ഇല്ലാതാക്കാൻ നോക്കുന്നവരും ഉണ്ട്. അതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മളുടെ എന്താ പറയേണ്ടത് എക്സ്ലാൻഡിസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടെന്നറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളിങ്ങനെ കുറേ പേര് ബ്ലാങ്കറ്റ് ഇരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അവരുടെ അടുത്ത് എക്സ്ലാൻഡിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം എക്സ്ലാൻഡിസിൻ്റെ തുടക്കം അത് മുതൽ ഞാൻ പറയാം. എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് മീൻസ് ബ്രാവോ പുള്ളിക്കാരൻ എന്താ പറയേണ്ടത് ഒരു ആദ്യം എന്താ പറയേണ്ടത് അത്ര സീരിയസ് ആയിട്ട് തുടങ്ങിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ആരായിരുന്നു, അയ്യോ അവൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. നമ്മുടെ വേറൊരു ഡെവലപ്പർ ഉണ്ട്. അപ്പം അവരും ഏട്ടനും എന്താ പറയുക അങ്ങനെ തുടങ്ങിയൊരു സംഭവമായിരുന്നു. അതിൽ കുറേ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഡൈനു ഉണ്ട്, ആടുപുരമുണ്ട്, റിക്കുണ്ട്, AK ഉണ്ട്, പിന്നെ ആരാണ്, അങ്ങനെ കുറേ പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം തുടക്കത്തിൽ അപ്പം ഒരു എന്താ പറയണ്ട ഒരു ചെറിയൊരു ആഗ്രഹത്തിന് പുറത്ത് തുടങ്ങിയൊരു സംഭവമാണ്. ഏട്ടന് സെർവർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ആദ്യമായിട്ട് ഉണ്ടായി തുടങ്ങും. നമ്മുടെ ദേവലോകമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ദേവലോകം അറിയാമെന്ന് അറിയത്തില്ല. ഇതിന് മുമ്പ് ഇവർ കളിച്ചിരുന്നൊരു സെർവറാണ് ദേവലോകം. അപ്പം ദേവലോകത്ത് വെച്ച് ആ ടൈമിൽ ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പാണ്. അപ്പോൾ ആ ഒരു സെർവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കുറേ ഇരിക്കുകയും അങ്ങനെ കുറേ അതിൻ്റെ അകത്ത് കുറച്ച് ഇൻവോൾവ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് എക്സ്ലാൻഡസ് എന്ന് പറയുന്നൊരു സെർവർ തുടങ്ങാനുള്ളൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ എന്നാണോ പറയേണ്ടത്, ആ ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു. അങ്ങനെ എക്സ്ലാൻഡസ് ഉണ്ടാക്കി. അപ്പം എന്താ പറയുക നമ്മൾ പല സാധനങ്ങൾ അതിലേക്ക് പർച്ചേസ് ചെയ്യണം. ഒരുപാട് എന്താ പറയേണ്ടത് ടൈം, പിന്നെ കുറേ ടെസ്റ്റിങ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം തുടക്കത്തിൽ വളരെ ചെറുതായിട്ട് ലിമിറ്റഡായിട്ട് തുടങ്ങി. വളരെ ലിമിറ്റഡായിട്ട് നമുക്ക് കുറേ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ആദ്യം ഓടിച്ചു നോക്കി. സെർവറൊക്കെ ചെറിയ സെർവർ എടുത്തു. ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ ചെറുതായിട്ടുള്ളത് എടുത്തു. അങ്ങനെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി. അതിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെ ആയിട്ടാണ് തുടങ്ങി വെച്ചത്. പിന്നെ പോകെ നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും പിന്നെ അതിനെ നമ്മൾ മൂടി പിടിപ്പിക്കണം, അതിനെ കുറച്ചും കൂടെ വലുതാക്കണം, അതിനെ കുറച്ചും കൂടി ഇച്ചിരി മെച്ചപ്പെടുത്തണം എന്നുള്ള ചിന്തയല്ലേ നമുക്ക് വരിക. അപ്പം പുള്ളിക്കും അതേപോലെ തന്നെ ആയിരുന്നു. ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് വീണ്ടും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളായി. ആ ടൈമിൽ എന്താ പറയേണ്ടത് സെർവറിന് കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ടൈമിൽ എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തും കുറേ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതായിരുന്നു നമ്മുടെ സ്ട്രീം മീൻസ് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ലോക്കോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി ഉണ്ടെന്ന് തോന്നുക, ഓർമ്മയില്ല കറക്റ്റ്. അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാം ലോക്കോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എങ്ങും ഇല്ല.
യൂട്യൂബിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നായിരിക്കും നമ്മുടെ എന്തായിരുന്നു ഇൻകം വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അതായിരുന്നു സംഭവം. ഏട്ടൻ അതായിരുന്നു ഇത്. അങ്ങനെ അത് ചെയ്ത് മുന്നോട്ട് പോയി. സെർവർ പിന്നെ വളരുന്നതനുസരിച്ച് നമുക്കിപ്പം പ്ലെയേഴ്സ് കൂടി വന്നു. അപ്പം നമ്മൾ അതിലേക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവരാനും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയാണോ പറയുന്നത് എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ കറണ്ട് റീസെൻ്റ് ആയിട്ടാണ് നമുക്ക് കിക്ക് വന്നത്. അപ്പം അതെ. പിന്നെന്താ, എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പാപ്പനെ പോലെ എനിക്ക് കറക്റ്റ് ആ ഫ്ലോയിൽ വരില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ കുറച്ച് ഇമോഷൻ്റെ പുറത്ത് സംസാരിക്കുന്നതുകൊണ്ടാവാം എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. അങ്ങനായിരുന്നു. അപ്പം പുള്ളിക്ക് ഈ എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു കുഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ഇഷി എന്താണോ ഇഷിനെ പോലെ പുള്ളി സ്നേഹിക്കുകയും അതേപോലെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് ഈ എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത്. എക്സ്ലാൻഡിസിന് വേണ്ടിയിട്ട് പുള്ളി എന്തും ചെയ്യും. എത്ര വേണേലും കഷ്ടപ്പെടാനും റെഡിയാണ്, എന്തും ചെയ്യാൻ റെഡിയാണ്. അപ്പം ഓക്കെ, എനിക്കും ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരനെ ഞാൻ ഓക്കെ അല്ല. എനിക്കറിയാം നിങ്ങളിൽ കുറേ പേര് ഓക്കെ അല്ല, കുറേ പേർക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാനും ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈഗിളിൻ്റെ അതിനകത്ത് കണ്ട ഒരു കമൻറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് അതെന്നെ ഭയങ്കരമായിട്ട് കൊണ്ട് കേട്ടോ. എനിക്കത് എന്താ പറയുന്നത്, ആ ഒരാളുടെ വിഷമം എന്താണ്, ഈ ഒരു സാഹചര്യത്തിൽ പലരുടെ വിഷമം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ആ ഒരു കമൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതാണ് നിങ്ങളടുത്ത് ഇതൊക്കെ വന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയൊരു കാരണം. ഓൾറെഡി ഞാനിന്ന് ഏട്ടൻ ഇവിടെ ഇല്ല, പോകുമ്പോൾ ലൈവ് വരണം, നിങ്ങളുടെ അടുത്തൊന്ന് കുറച്ച് നേരം സംസാരിക്കണമെന്ന് കരുതിയിരുന്ന ആളാണ്. പക്ഷേ എങ്കിൽ അത് പിന്നീട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു ലൈവിലേക്ക് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായിരുന്നു, അപ്പം പുള്ളിയുടെ കുഞ്ഞാണിത്. ഈ കുഞ്ഞ് എന്താ പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് റീസെൻ്റായിട്ട് എന്താ പറയുക, നമ്മളിത് ഈ സെർവറിലേക്ക് എന്താ പറയുക 18+ ആയിട്ടുള്ളവരെ മാത്രമേ കയറ്റൂ. അതിൽ താഴേക്കുള്ളവരെ എല്ലാം നമ്മൾ എന്താ പറയുന്ന വൈറ്റ് ലിസ്റ്റ് കൊടുക്കുന്നില്ല, അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ കളിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയായിരുന്നു. അതിലേക്ക് വരാനുള്ള കാരണം കുറേ ലീഗൽ കാര്യങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം എന്താണ്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. 18+ ആയ ഇതൊരു GT എന്ന് പറയുന്ന കമ്പൽസറി ആയിട്ടത് 18+ ഗെയിമാണ്. അവർക്ക് മാത്രമേ ഇത് കളിക്കാൻ പറ്റൂ, ബാക്കിയുള്ളവർ ഇതിൽ നിന്ന് പോകണമെന്നല്ല. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സെർവറിന് വരും എന്ന് നമുക്കറിയാമായിരുന്നു ഓൾറെഡി. കാരണം അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ 18+ ആയിട്ടുള്ളവരെ മാത്രം കളിപ്പിക്കാൻ വെക്കുക, ബാക്കിയുള്ള വൈൽഡ് ലിസ്റ്റ് കളിയൊക്കെ ചെയ്തത്. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും, 500-600 പേരെയോ അങ്ങാണ്ട് വൈറ്റ് ലിസ്റ്റ് റിവോക്കാക്കി കളഞ്ഞു. അത്രയും പേര് സെർവറിൽ നിന്ന് 18+ അല്ലാത്ത കാരണം അവർ ഒഴിവാക്കി വിട്ടു. അതല്ലാതെ എത്ര പേരുണ്ടെന്ന് അറിയില്ല എന്ന് വരെ ഏട്ടൻ പറഞ്ഞൊരു കേസുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനൊരു പ്രശ്നം വന്നിട്ട് പോലും നമ്മൾ വീണ്ടും സെർവർ ഓക്കെ, നമുക്കിത് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വരും എന്നുള്ളത് ഓൾറെഡി നമുക്കറിയുന്നൊരു കാര്യമായിരുന്നു. പക്ഷേങ്കിൽ വളരെ പെട്ടെന്നായിട്ട് എന്താ പറഞ്ഞാൽ, ഓൾറെഡി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം അറിയും, ഓക്കെ ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു വാണിങ്ങോ കാര്യങ്ങളോ കിട്ടേണ്ടതല്ലേ. പക്ഷേങ്കിൽ ഇരിപ്പിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് എക്സ്ലാൻഡിസ് ഷട്ട് ഡൗൺ ആവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. ഇപ്പോഴത്തെ പുള്ളിയുടെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ, ബ്രാവുവിൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പുള്ളിക്കും അറിയില്ല, എനിക്കും അറിയില്ല, കൂടെ നിൽക്കുന്ന ആടുബ്രോയ്ക്കും അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പുള്ളി. കൺഫ്യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിന് മുകളിലേക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയിലുമാണ്. അപ്പം എനിക്ക് പുള്ളിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഇത്രയും മാത്രമേ ആളെ വിളിച്ചിട്ട് പറഞ്ഞത്, എപ്പോഴും താങ്കൾക്ക് ഈ എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് താങ്കൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവമല്ല. ഇത് പുള്ളിയുടെ പാഷൻ്റെ പുറത്ത് മാത്രം തുടങ്ങിയൊരു കാര്യമാണ്. ഇത് ആളുടെ പാഷൻ മാത്രമാണ് എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ എന്താ പറയേണ്ടത്, സ്ട്രീമിംഗ് എന്ന് പറയുന്നത് മാത്രമാണ് താങ്കളുടെ ഏൺ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വഴി. എക്സ്ലാൻഡിസിന് എപ്പോഴും ഒരു പാഷനായിട്ട് മാത്രമേ കൊണ്ടുപോകാവൂ.
അത് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ പേര് വന്നിട്ട് എക്സ്ലാൻഡിസിൻ്റെ എന്താണ് ഇതിന് മുമ്പ് കേട്ടോ ഇടയ്ക്ക് എപ്പോഴൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് എന്താ പറയുക എക്സ്ലാൻഡിസിലേക്ക് ജോയിൻ ചെയ്യാം, അതിൻ്റെ ഒരു പാർട്ടാവാം, ഇങ്ങനെ വന്ന് പല രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോഴും പുള്ളിയുടെ കുഞ്ഞായിട്ടാണ് ഇതിനെ കണ്ടുവച്ചിരുന്നത്. ഈ കുഞ്ഞിനെ നമുക്ക് കീറി മുറിച്ച് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം ഇതിൽ എന്ത് ലാഭം വന്നാലും എന്ത് നഷ്ടം വന്നാലും അത് പുള്ളിയുടെ മാത്രം എന്ന് വെച്ചാൽ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പം അതിൽ വേറെ എന്താ പറയേണ്ടത്, എത്ര പ്രശ്നം വന്നാലും അത് വേറെ ആൾക്ക് എന്താ പറയേണ്ടത് വിട്ടുകൊടുക്കുമെന്നോ മറ്റൊരാൾ അതിലേക്കൊരു എന്താ പറയുന്നത് മറ്റൊരാൾക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവർക്കൊരു എന്താ പറയുക സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഒരു കാര്യം ഇതിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് എനിക്കത് നിർബന്ധമായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്ത് ലാഭം വന്നാലും എന്ത് നഷ്ടം വന്നാലും നമ്മൾ അറിഞ്ഞാൽ മതി. അത് നമ്മൾ മാത്രം എന്താ പറയുക നമ്മൾ മാത്രം അറിയേണ്ട കാര്യം നമ്മളെ മാത്രം വായിച്ചാൽ മതി. ഇതുകൊണ്ട് മറ്റൊരാൾക്ക് നല്ലത് വരുവാണെങ്കിൽ നല്ലത് വന്നോട്ടെ, പക്ഷെ ഇതുകൊണ്ട് മോശം വരുന്നത് ബാക്കി ഒരാൾക്കും വരരുത് എന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറേ സെനാരീസ് നടന്ന് വിട്ടിട്ടുണ്ട്. കാരണം എനിക്കതിവിടെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ബ്രാവ് നിങ്ങളടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ബ്രാവ് അടുത്ത സമയം അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. എനിക്കിപ്പോൾ അത് പറയാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. റെസ്ട്രിക്ഷൻ എന്നല്ല, എനിക്കത് പറയാമോ എന്ന് എനിക്കറിയില്ല. വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് വിഷമിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ കളിക്കുന്ന പ്ലെയേഴ്സ്, കാണുന്ന വ്യൂവേഴ്സ്, ഇതിൻ്റെ എന്താ പറയേണ്ടത് അഡ്മിൻസ്, നമ്മുടെ എന്താ പറയുക പല അഡ്മിൻസ്, XMD XPD, പിന്നെ നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ്, പിന്നെ നമ്മുടെ സിറ്റിസൺസായിട്ട് ഉള്ളവർ, പിന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡിലുള്ളവർ, മാനേജ്മെൻറ്റ് സൈഡിലുള്ളവർ, നമ്മുടെ ഹാഫിസ് ബ്രോ, ഇവരൊക്കെ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അവരെ പോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് പേര് എന്താണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈഗിൾ ബ്രോ താങ്ക് യു. ഈഗിൾ ബ്രോയുടെ ആ ഒരു നിൻ്റെ ഒരു വീഡിയോ നീ കണ്ടായിരുന്നു ഈഗിളെ നിൻ്റെ വീഡിയോയിൽ ഇന്ന് വന്ന കമൻറ്റ്? നീ ഇപ്പം ഇട്ട വീഡിയോയിൽ ആ ഒറ്റൊരു വീഡിയോയിൽ വന്നൊരു കമൻറ്റ് കാരണം കേട്ടോ ഞാനിപ്പോൾ ലൈവ് ഇട്ടത്. കാരണം എനിക്ക് ലൈവ് ഇടാൻ ഇഷ്ടമാണ്. എൻ്റെ ലൈവിൽ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ വന്നിരിക്കും, കുറച്ച് പേരൊക്കെ വന്ന് ഇരുന്ന് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് എനിക്ക് ഇവരൊന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി വന്നിരിക്കണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കറിയത്തില്ലടാ ഞാൻ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ എനിക്ക് പറയുള്ളൂ, എക്സ്ലാൻഡിസിൻ്റെ സ്റ്റോറി നിങ്ങളെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നേ ഉള്ളൂ ഞാൻ. ഈ ലൈവ് ഒത്തിരി നേരമൊന്നുമില്ല. അപ്പം മെയിനായിട്ടൊരു കാര്യം പറയുള്ളൂ, എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നവർ എന്താ പറയേണ്ടത് റിപ്ലൈ ഉടനെ തന്നെ തരും. നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇതിൽ ഞാൻ മുമ്പ് ഒരു കമൻറ്റ് വായിച്ചില്ലേ, ഇത് ഞാൻ 10K ഇൻവെസ്റ്റ് ചെയ്യുന്നല്ല പ്രീമിയം എടുത്തു എൻ്റെ 10K പോയി എന്ന് പറഞ്ഞവർ, അങ്ങനെ പറയുന്നവർ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പൈസ എന്താണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുടെ കാര്യം കേട്ടോ പറയുന്നത്. അങ്ങനെയുള്ളവർ ഒരിക്കലും പേടിക്കേണ്ട, നിങ്ങളുടെ പൈസ എന്നാലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കും. ഈ എക്സ്ലാൻഡിസ് നിന്നു പോയി എന്നും പറഞ്ഞ് പൈസയിൽ നഷ്ടം വരുമെന്ന് ആരും വിഷമിക്കേണ്ട. അങ്ങനെ ഒരു കാര്യം എന്താണെങ്കിലും ഉണ്ടാകത്തില്ല, അതിൽ ഞാൻ ഉറപ്പ് തരുന്നു. അങ്ങനെയുള്ളവർ എന്താണെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി, അത് ഞാൻ തന്നെ ഡീൽ ചെയ്യുന്ന കാര്യമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് നഷ്ടം വരുന്നത് നമ്മൾ മാത്രമേ സഹിച്ചാൽ മതി. ഒരുപാട് പേരുടെ ഫ്യൂച്ചർ ആയിരുന്നു. ഹോപ്പ് ഫോർ ബെസ്റ്റ് വിത്ത് ബ്രാവോ ഷേക്കി. താങ്ക് യു. അറിയാം എല്ലാവരും ഒരുപാട് പേരുടെ ഫ്യൂച്ചറാണ്, ഒരുപാട് പേരുടെ കാര്യമാണെന്നറിയാം. ചേച്ചി വീട് വി ആർ ഓൾവേസ് വിത്ത് യു. ആ ചേച്ചി നെഗറ്റീവ് കമൻറ്റ് അല്ലടാ, ഞാൻ പറയില്ല നെഗറ്റീവ് കമൻ്റായിട്ട് പറയുന്നതല്ല. നമ്മൾ ചില കാര്യം ഞാൻ പറയില്ല, ഇനി ലൈവ് ഇടാനുള്ള കാരണം ഞാൻ പറയില്ല. കാരണം ഒരാളുടെ വിഷമം, അവർ ഈ എക്സ്ലാൻഡിസിനെ ഒരു വ്യക്തിയായിട്ട് കണ്ടു, ഒരു മനുഷ്യനായിട്ട് കണ്ടു, ഒരു ജീവനുള്ളതായിട്ട് കണ്ടു. അവർ എക്സ്ലാൻഡിസ് പോയി എന്നറിഞ്ഞപ്പം അവർക്കുണ്ടായൊരു വിഷമമില്ല. അപ്പം അത് കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ ഇത്രയോടെ വന്ന് പറയാൻ കാരണം അങ്ങനെ ഒരാൾ അങ്ങനെ കുറേ പേര് കരുതുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, ഒരുപാട് പേരെ സ്നേഹം നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് അറിയാൻ പറ്റി. എന്തോരം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് എക്സ്ലാൻഡിസിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനിയിപ്പോൾ എക്സ്ലാൻഡിസ് മുന്നോട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയും നാൾ നിങ്ങൾ സ്നേഹിച്ചതിനും
എന്താ പറയുക, കൂടെ നിന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. കാരണം ഈ എക്സ്ലാൻഡസിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, ഞാൻ പ്രത്യക്ഷത്തിലൊന്നും ചെയ്തിട്ടില്ല. എനിക്ക്